ദൈവ തിരുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. അഭിമന്യ തിരുമേനി, ബഹുമാനോട് അച്ഛൻ, ഷമ്മാച്ചന്മാർ, സുവിശേഷകർ, സിസ്റ്റർ, കടന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ ഞാൻ അറിയിക്കും. നോമ്പിൻ്റെ ധ്യാന ചിന്തകളിലാണല്ലോ നമ്മളെല്ലാവരുമായിരിക്കുന്നത്. ഇന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചിന്തകളൊക്കെ രാവിലത്തെ പ്രസംഗത്തിൽ ചിന്തിച്ചതുകൊണ്ട് ഞാൻ വേറൊരു ഭാഗത്തു നിന്നാണ് ഇന്നത്തെ ധ്യാന ചിന്ത നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളന്ന് പാഠമായി വായിച്ചു കേട്ട ഭാഗത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിരുകൾ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. അതിരുകൾ കവിയുന്ന ക്രിസ്തു. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് എൻ്റെ ചിന്തയിലേക്ക് പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ നമ്മോടുള്ള സ്നേഹവും നമ്മോടുള്ള കരുതലും, നമ്മളെ താങ്ങിയതും നിർത്തിയതും ചേർത്തതും എല്ലാം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, തിരികെയുള്ള നമ്മുടെ പ്രതികരണങ്ങൾക്ക് ധാർമ്മികതയുണ്ടോ? തിരികെ ക്രിസ്തുവിനോടുള്ള പ്രതികരണങ്ങൾക്ക് ധാർമ്മികത ഉണ്ടോ? നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള, വായിച്ചു കേട്ടതായിട്ടുള്ള ഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധകളെ കൊണ്ടുവരാം. ഒരു മനുഷ്യൻ തോട്ടമൊക്കെ ഉണ്ടാക്കി അവിടെ മുന്തിരിയൊക്കെ വളർത്തി കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോകുന്ന ഒരു ഭാഗമാണ്, ഒരു ഉപമയാണ് നമ്മളവിടെ വായിച്ചു കേട്ടത്. വിളവെടുക്കാൻ സമയമായപ്പോൾ ദാസന്മാരെ വിളവെടുക്കാൻ അയക്കുന്നതും നമ്മളവിടെ വായിച്ചു കേട്ടു. നമ്മളൊക്കെ എപ്പോഴും ഈ യജമാനന്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കാറുള്ളത്. ഈ കുടിയാന്മാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. എന്തുകൊണ്ടായിരിക്കാം ഈ കുടിയാന്മാർ ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് ഞാനിങ്ങനെ ഈ ദിവസം ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ചില ചിന്തകളാണ്. അടിമത്വത്തിൻ്റെ അങ്ങേയറ്റം, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം, കഷ്ടതയുടെ അങ്ങേയറ്റം ഈ യജമാനൻ എങ്ങനെയുള്ള യജമാനനാണെന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്തു തന്നെ ആയാലും അടിമത്വത്തിൻ്റെ, കഷ്ടതയുടെ, ദാരിദ്ര്യത്തിൻ്റെ, പട്ടിണി, അതിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന കുടിയാന്മാരാണ് ഇങ്ങനെ പ്രതികരിച്ചതായിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഈ കുടിയാന്മാർ അവിടെ അപലപിച്ച, അവിടെ പ്രതികരിച്ച രീതി, അവരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയാലും അവര് അങ്ങനെ തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നെങ്കിലും ഈ കുടിയാന്മാർ പ്രതികരിച്ച രീതി ശരിയാണോ എന്നുള്ളതാണ്, അതിലൊരു ധാർമ്മികതയുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അവർക്കങ്ങനെ പ്രതികരിക്കാമോ? നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ദൈവം എന്ത് ക്രൂരമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നത്. എങ്കിലും തിരികെ ദൈവത്തോട് പ്രതികരിക്കാനുള്ള ഇതുപോലുള്ള സാഹചര്യം നമുക്കുണ്ടോ? ഈ ദൈവം നടത്തിയതും നിർത്തിയതും, നമ്മെ സ്നേഹിച്ചതും നമ്മെ താലോലിച്ചതും ഒക്കെ എങ്ങനെയായിരുന്നു എന്നോർക്കുമ്പോൾ നമുക്കങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കുവാനായിട്ട് പാടില്ല. ഞാനൊരു കാര്യം വളരെ മൗനമായി ഈ ദിവസം പറയട്ടെ. ഈ ദിവസം വളരെ ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. ന്യായം ചിലപ്പോൾ നമ്മുടെ പക്ഷത്താവും, ന്യായം ചിലപ്പോൾ നമ്മുടെ പക്ഷത്താവും. പക്ഷേ നമ്മുടെ പ്രതികരണം, നമ്മുടെ ദൈവത്തോടുള്ള പ്രതികരണം എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നത് ശരിയാണ്. പലപ്പോഴും ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കാം. ക്രിസ്തുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?
ഈ കഷ്ടാനുഭവത്തിന്റെ നാളുകളിൽ മുഴുവനും ന്യായം മുഴുവനും ആരുടെ പക്ഷത്തായിരുന്നു? എൻ്റെ ക്രിസ്തുവിൻ്റെ പക്ഷത്തായിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? എൻ്റെ ക്രിസ്തു ആരെയും പഴിച്ചിട്ടില്ല, ആരെയും അതിൽ വലിച്ചിഴച്ചില്ല, ആരെയും അതിൽ ഇരയാക്കിയില്ല. എൻ്റെ കർത്താവ് വേണമെങ്കിൽ ഈ ശിഷ്യന്മാരെ ഇതിനെതിരെ അഴിച്ചുവിടാമായിരുന്നു, ഒരു കലാപമാഹ്വാനം ചെയ്യാമായിരുന്നു. എൻ്റെ ക്രിസ്തു അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഈ പട്ടാളത്തിന്റെ കാരന്റെ കാതരിഞ്ഞിട്ടപ്പോ തിരികെ എടുത്ത് അവനെ സൗഖ്യമാക്കിയതാണ് ക്രിസ്തുവിന്റെ സമരമുറ എന്ന് പറയുന്നത്. നമ്മുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. ക്രിസ്തുവിന്റെ പാതയിലൂടെ ആയിരിക്കണം എൻ്റെയും നിങ്ങളുടെയും പ്രതികരണം. ഈ ദൈവം പഠിച്ചതും പഠിപ്പിച്ചതും നമുക്ക് ഇടയാക്കിയതും അവൻ നടത്തിയ നടത്തങ്ങളും അവൻ്റെ യാത്രകളും ഈ ഇടപെടലുകളും എല്ലാം എങ്ങനെയായിരുന്നു? പ്രിയമുള്ളവരെ, പ്രതികരിക്കേണ്ട രീതിയിൽ ഞാൻ നിങ്ങളും പ്രതികരിക്കണം. എൻ്റെ കർത്താവിൻ്റെ ജീവിതം വെറും ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകി അവസാനിച്ചതാണ്. അതാർക്കും നല്ലതല്ലാതെ യാതൊരു വേദനയും ഉണ്ടാക്കിയിട്ടില്ല. നല്ല കളകള ശബ്ദമല്ലാതെ മോശമായ ഒരു ശബ്ദമുണ്ടാക്കിയിട്ടില്ല. കൂടെ നടന്നവർക്കും കൂടെ ഒഴുകിയവർക്കും കൂടെ പോയവർക്കുമെല്ലാം അത് വളമായതല്ലാതെ, വളരുവാനായിട്ട് അതൊരു വളമായി തീർന്നതല്ലാതെ ആർക്കും എൻ്റെ ക്രിസ്തുവിൻ്റെ ഈ ഒഴുക്ക്, എൻ്റെ ഈ ക്രിസ്തുവിൻ്റെ നടത്തം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. എൻ്റെ കർത്താവ് എനിക്കും നിങ്ങൾക്കും ജീവനേകിയിട്ടേ ഉള്ളൂ. ജീവൻ പകർന്നും ഒഴുകി നടന്ന ഒരു ക്രിസ്തു, ജീവൻ തന്നും ജീവൻ പകർന്നും ഇങ്ങനെ ഒഴുകി നടന്ന ഒരു ക്രിസ്തു. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആദ്യ അവസാനം ഒരിടത്തും തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ ദൈവത്തെ പഴിച്ചതോ എൻ്റെ ദൈവത്തോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചതോ ആയി കാണുന്നില്ല. ക്രിസ്തു, അതാണ് ക്രിസ്തുവിന്റെ സ്നേഹമെന്ന് പറയുന്നത്. നമ്മുടെ പ്രതികരണങ്ങൾക്ക് ധാർമ്മികതയുണ്ടോ? ഇന്ന് ചിന്തിക്കണം. ക്രിസ്തുവിന് നേരെ എൻ്റെയും നിങ്ങളെയും വിരൽചൂണ്ടലിന്, എൻ്റെയും നിങ്ങളുടെയും സംസാരത്തിന്, മറ്റുള്ളവരുടെ നേരെ എൻ്റെയും നിങ്ങളുടെയും സംസാരത്തിന് തിരിഞ്ഞു നോക്കലിന് ഇന്ന് ധാർമ്മികത ഉണ്ടോ? എൻ്റെ കർത്താവ് ഈ ദൈവരാജ്യം ഉയർത്തിയത് പോർ വിളിച്ചിട്ടല്ല, പട പൊരുതിയിട്ടല്ല. നിങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതത്തെ അങ്ങനെ തന്നെ ചിന്തിക്കണം. ആരോടും പോർ വിളിച്ചിട്ടില്ല. ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ തിരിഞ്ഞു നിന്ന് എന്ത് എന്ന് ചോദിച്ചിട്ടില്ല. കന്നത്തടിച്ചവനോട് നീ എന്തിനടിച്ചു എന്ന് ചോദിച്ചില്ല. മുഖത്ത് തുപ്പിയവനോട്, തലയിൽ മുൾക്കിരീടം വച്ചവനോട്, യേശു ക്രിസ്തുവിനെ അങ്ങേ അറ്റം അപമാനിച്ചവനോട് നീ ഇത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചില്ല. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും പ്രതികരണങ്ങൾ ഈ വിധത്തിലാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ ദിനങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ പ്രതികരണങ്ങൾ അത് ന്യായം എൻ്റെയും നിങ്ങളുടെയും പക്ഷത്താണെങ്കിലും, ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിലും, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രതികരിക്കുവാനായിട്ട് നമുക്ക് റൈറ്റ്സ് ഇല്ല. നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമുക്ക് വേണ്ടി നാൾ ഇങ്ങനെ പോരാടുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഈ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ നിങ്ങൾ ഈ ദിവസങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇത് വിട്ടുകൊടുക്കലിൻ്റെതാണ്, ഇതൊക്കെ താഴ്ത്തിക്കെട്ടലിൻ്റെതാണ്. എൻ്റെയും നിങ്ങളുടെയും ഈ നാളുകളിലെ ജീവിതം താഴ്ത്തലിൻ്റെതാണ്, ഒന്ന് അടിമപ്പെടലിൻ്റെതാണ്. ആ കുടിയാന്മാര്, അവർക്ക് പ്രതികരണം ശരിയായില്ല. അവരങ്ങനെ തന്നെ ആയിരിക്കാം പ്രതികരിക്കേണ്ടത്. അങ്ങനെ തന്നെ ചിന്തിക്കാം നമുക്ക്. അവരങ്ങനെ തന്നെ ആയിരിക്കാം പ്രതികരിക്കേണ്ടത്. അവരുടെ കഷ്ടപ്പാടിൻ്റെ, അവരുടെ പ്രതികൂലത്തിൻ്റെ, അവരുടെ പ്രശ്നങ്ങളുടെ, അവരുടെ ഈ അടിമപ്പെടലിൻ്റെയൊക്കെ അവസ്ഥയിൽ അവരങ്ങനെ തന്നെ ആയിരിക്കാം പ്രതികരിക്കേണ്ടത്. പക്ഷേ അവർ പ്രതികരിച്ച രീതി ശരിയായില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ ആ വയലിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും പ്രതികരണം ശരിയായില്ലെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും രീതികൾ ശരിയായില്ലെങ്കിൽ
ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്ന്, ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് എന്നേക്കും പുറത്തേക്കാക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് ഈ പകൽക്കാലം ഇന്ന് രാവിലെയും നമ്മളിവിടെ ചിന്തിച്ചത്. നമുക്ക് നമ്മുടെ ഒറ്റപ്പെടലുകളും നമ്മുടെ ചിന്തകളും ഒന്നും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളൊന്നും ക്രിസ്തുവിന്റെ തഴയിൽ പഴിചാരി വെറുതെ പോകുവാനായിട്ട് നമുക്കാർക്കും ഒരു സാഹചര്യവും. ഈ രാത്രി നമ്മുടെ ചിന്ത ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ പ്രതികരണങ്ങൾക്ക് ധാർമ്മികതയുണ്ട്. നമ്മളിങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത്? ക്രിസ്തുവിനോടുകൂടെ ക്രൂശ് ചുമക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഞാനും നിങ്ങൾ തിരിഞ്ഞു നിന്ന് ചോദ്യം ചോദിക്കുന്നവരല്ല, അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായി. ഇന്ന് സാർ പ്രാർത്ഥിച്ചതിലൊക്കെ കേട്ട വചനം അതാണ്. മൗനമായി, ഒന്നും പ്രതികരിക്കാനില്ല, മൗനമായി തല താഴ്ത്തി പിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ടേ നമുക്ക് സാഹചര്യമുള്ളൂ. അതിനുള്ള അനുവാദമേ നമുക്കുള്ളൂ. ഈ ക്രൂശിലെ ധ്യാനങ്ങൾ അതിന് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ക്രിസ്തുവിൻ്റെ മുൻപിൽ തല താഴ്ത്തി പിടിച്ച് അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ എന്നുള്ള ഒരു ചിന്തയോടുകൂടെ നമുക്ക് പോകാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം.